നമസ്കാരം. ജബ്ബാർ മാഷ്ടയും എം അക്ബർ സാഹിബിൻ്റെയും സംവാദം ഈയിടെ കഴിഞ്ഞു. നിങ്ങളൊക്കെ അത് കേട്ട് കഴിഞ്ഞ കാര്യമാണ്. അത് രണ്ടുപേരും അവരവരുടെ അഭിപ്രായങ്ങൾ, ആശയങ്ങൾ നിരവധി ആളുകളെ മുമ്പിലിരുത്തിക്കൊണ്ട് അവരന്യോന്യം കൈമാറി. അത് ഇത്തരം കാര്യങ്ങളുടെ താല്പര്യമുള്ള ലോകത്തിലെല്ലാവരും കാണുകയും ചെയ്തു. ഇങ്ങനെയുള്ള സംവാദങ്ങളുടെ അടിയന്തരമായിട്ടുള്ള ഫലം അത് പലപ്പോഴും കണ്ടുവരുന്നത് ഞങ്ങൾ ജയിച്ചു എന്ന് ഇവരുടെ കാര്യമല്ല പറയുന്നത്. മൊത്തത്തിൽ ഞങ്ങൾ ജയിച്ചു എന്ന് ആ വിഭാഗം പറയും, ഞങ്ങൾ ജയിച്ചു എന്ന് ഈ വിഭാഗവും പറയും. രാഷ്ട്രീയക്കാരുടെയും സ്വഭാവം അങ്ങനെയാണല്ലോ. അത് ആ ഒരു മാനസിക നിലയിലുള്ള ആൾക്കാരുടെ വിലയിരുത്തലാണ്. അതിന് വലിയ കാര്യമില്ല. അതിനപ്പുറം ഒരു വിലയിരുത്തലുണ്ട്. ഈ വിലയിരുത്തലുകൾ പലപ്പോഴും ഒരു വ്യക്തിപരമാണ്, വൈയക്തികമാണ്, അത് മാനസികമാണത്. ഒരു പൂവ് പൊട്ടിച്ച് ഒരാളത് മണപ്പിക്കുന്നു, എന്നിട്ട് അയാൾ പറയും എന്ത് മണത് അയ്യേ എന്ന് പറയും. വേറൊരാൾ മണപ്പിച്ചിട്ട് അയാൾ പറയും നല്ല മണമാണല്ലോ എന്ന് പറയും. അതെന്താ നിങ്ങൾക്ക് നല്ല മണമായിട്ട് തോന്നിയത് എന്ന് ചോദിക്കാൻ പാടുണ്ടോ? പാടില്ല. എനിക്ക് ചന്ദനത്തിരിയുടെ മണം ഇഷ്ടമല്ല. ചന്ദനത്തിരി കാണുന്നത് പോലും ഇഷ്ടമല്ല. അതിന് വലിയൊരു കാര്യമുണ്ട്. എൻ്റെ കുട്ടിക്കാലത്ത് പറഞ്ഞാൽ ഒരു 10-15 വയസ്സുള്ള സമയത്ത് ഞങ്ങളുടെ നാട്ടിൽ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇരട്ടപ്പേരിലാണ് അദ്ദേഹം അറിഞ്ഞിരുന്നത്, അണ്ടുണ്ടു എന്നുള്ള പേരിൽ. അദ്ദേഹം വെള്ളത്തിൽ മുങ്ങി മരിച്ചു. ആത്മഹത്യയാണെന്ന് പറയുന്നു, എന്താണെന്ന് അറിയില്ല. വെള്ളത്തിൽ വീണ് മരിച്ചു. 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ ശവശരീരം പൊന്തി വന്നത്. അപ്പോൾ അതിൻ്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ പല ആൾക്കാരും കൂടി അടിയിൽ കൂടെ കയറൊക്കെ ഇട്ട് വലിച്ച് എങ്ങനെയൊക്കെയോ, കാരണം അടുത്തേക്ക് അടുക്കാൻ പറ്റുന്നില്ല. എന്നാലും ചിലവരെങ്ങനെയൊക്കെയോ അത് കരയിൽ കയറ്റിയിട്ടു. അവിടെ മണം വല്ലാത്ത ദുർഗന്ധം പരന്നപ്പോൾ അവിടെ ഈ ചന്ദനത്തിരി കത്തിച്ചു വെച്ചു. 1 പാക്കറ്റല്ല, 2 പാക്കറ്റല്ല, 3 പാക്കറ്റല്ല, അനവധി ചന്ദനത്തിരി കത്തിച്ചു വെച്ചു. പിന്നെ വന്നത് ആ ചന്ദനത്തിരിയുടെയും ഈ ദുർഗന്ധവും അതിന് രണ്ടിൻ്റെ കൂടിയിട്ടുള്ള മണമാണ് വന്നത്. അത് ഇന്നും എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അതുകൊണ്ട് ചന്ദനത്തിരി കാണുന്നത് എനിക്കിഷ്ടമല്ല. അതെൻ്റെ വൈയക്തികമായിട്ടുള്ള, എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു വികാരമാണ്, അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ളൊരു ഭാവമാണത്. അതിനെ കുറ്റം പറയാൻ പറ്റില്ല. അതുപോലെ തെറ്റിനെ തെറ്റെന്നറിഞ്ഞിട്ടും ശരി ചെയ്യാത്ത വിധം ആശയങ്ങൾ മനസ്സിൽ അടിയുറച്ചു പോയാലും അപകടമാണ്. അങ്ങനെയുണ്ട്. ചന്ദനത്തിന് എനിക്ക് ഇഷ്ടമില്ലാത്തതിനൊരു കാരണമുണ്ട്, ഞാനത് പറഞ്ഞല്ലോ. അതുപോലെ ചിലവരുടെ ചില കാര്യങ്ങൾ മനസ്സിൽ ആണി അടിച്ചുറപ്പിച്ച പോലെയായിരിക്കും. അത് ഇളക്കി മാറ്റാൻ പ്രയാസമാണത്. ആ ആണിക്ക് തുരുമ്പ് വന്നിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ അത് ഉറച്ചു പോയിട്ടുണ്ടായിരിക്കും. പിന്നെ അത് തിരിച്ചെടുക്കാൻ പറ്റില്ല. തെറ്റിനെ തെറ്റെന്നവർക്കറിയാം. പക്ഷേ ഇനിയും ശരി ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ ആ ആശയങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അടിയുറച്ചു പോയിട്ടുണ്ടായിരിക്കും. മഹാഭാരതത്തിൽ ദുര്യോധനൻ പറയുന്നുണ്ട്, തെറ്റെന്താണെന്ന് എനിക്ക് അറിയാഞ്ഞിട്ടല്ല, ധർമ്മം എന്താണെന്ന് എനിക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷേ ആ ധർമ്മം ചെയ്യാൻ എനിക്ക് കഴിയാതെ വരുന്നു. അധർമ്മം എന്താണെന്ന് എനിക്കറിയാം, പക്ഷേ ആ അധർമ്മത്തോടാണ് എൻ്റെ മനസ്സടുക്കുന്നത്, എന്താണെന്ന് അറിയില്ല. അതയാളുടെ പ്രാരബ്ധം, അത്ര മാത്രം. അതിനാൽ ഇത്തരം സംവാദങ്ങളുടെ ഫലപ്രഖ്യാപനം നടത്തുകയാണെങ്കിൽ അതൊരു പക്ഷം ചേർത്ത് നടത്താൻ കഴിയുള്ളൂ. നിഷ്പക്ഷമായിട്ട് പറ്റില്ല. ഉദാഹരണം ഗീത, അത് വലിയൊരു ഉദാഹരണമാണ്. ഗീതയെക്കുറിച്ച് സംവാദം വെച്ചു കഴിഞ്ഞാൽ അവിടെ അദ്വൈതവാദികളുണ്ട്,
ദ്വൈതവാദികളുണ്ട്, വിശിഷ്ടാദ്വൈതവാദികളുണ്ട്, ദ്വൈതാദ്വൈതവാദികളുണ്ട്, ചാർവാകന്മാരുണ്ട്. ഇവിടെ മോഡറേറ്ററായിട്ട് ആരെയാ വെക്കുക? ഈ ലോകത്തിൽ ആരെയും വെക്കാൻ പറ്റില്ല. അതിന് കൃഷ്ണൻ തന്നെ വരേണ്ടി വരും. ശങ്കരാചാര്യരെ പോലും വെക്കാൻ പറ്റില്ല. ശങ്കരാചാര്യ വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്ത് പറയും മധ്വാചാര്യരെ കൊണ്ടുപോവാ, ഞങ്ങൾക്ക് അയാളെ പറ്റുള്ളൂ എന്ന് പറയും. വേറെ ആൾ പറയും രാമാനുജാചാര്യരെ കൊണ്ടുപോവാ, അത് വിശിഷ്ടാദ്വൈതവാദം എഴുതിയ ആൾ, ഞങ്ങൾക്ക് അയാളെ പറ്റുള്ളൂ എന്ന് പറയും. അപ്പൊ സാക്ഷാൽ ശ്രീകൃഷ്ണൻ തന്നെ വരണമെങ്കിൽ ശ്രീകൃഷ്ണൻ വന്നാൽ അംഗീകരിക്കുമെന്ന് അറിയില്ല. നമ്മുടെ മഹാരാജാസ് കോളേജില് രമണൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. രമണൻ കാവ്യം, കാനനച്ചോൽ ചായയിൽ ആടുമേക്കാൻ കേട്ടിട്ടില്ലേ? ആ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ക്ലാസ് എടുക്കാൻ വരുന്ന മാസ്റ്റർ പ്രൊഫസർ അവിടെ ഒരു കുട്ടിയോട് പറയും, താമണി പൊക്കോ, താമണി പുറത്തേക്ക് പൊക്കോളം പറയും. ഈ താൻ ആരാണെന്ന് അറിയാമോ? ചങ്ങമ്പുഴ. ചങ്ങമ്പുഴ എഴുതിയ കാവ്യം മഹാരാജാസ് കോളേജിൽ പഠന വിഷയമാണ്. ചങ്ങമ്പുഴ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മാഷ് പറയും, ഞാനിത് എന്തെങ്കിലും പറഞ്ഞാൽ താൻ പറയുന്നത് ഇത് ഉദ്ദേശിച്ചിട്ടല്ല ഞാനിത് എഴുതിയെന്ന് പറഞ്ഞാൽ ഞാൻ നാണം കിട്ടില്ല, താൻ പറഞ്ഞ് പോ, എന്നിട്ട് ഞാൻ ക്ലാസ് എടുക്കുന്നുള്ളൂ എന്ന് പറയും. അപ്പൊ ഇതിന്റെ വ്യാഖ്യാനങ്ങളും ആഖ്യാനങ്ങളും ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകളാണ്. ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സംവാദങ്ങൾ നടക്കുന്ന സമയത്ത് ഒരു മോഡറേറ്റർക്ക് പ്രസക്തി ഉണ്ടോ എന്ന് വെച്ചാൽ അറിയില്ല. ഇവിടെ ഒരു മോഡറേറ്റർ എഴുന്നിരുന്നു, അത് വലിയൊരു വിജയമായിട്ട് എനിക്ക് തോന്നിയില്ല. എൻ്റെ ചിന്തയിൽ അങ്ങനെ വന്നതാണ്. ഇവിടെ ഇപ്പോൾ വാസ്തവത്തിൽ ഈ ഒരു സംവാദ പദ്ധതി തികച്ചും വിഭിന്നമായിട്ടുള്ള അഭിപ്രായം പറയുന്ന, ഇതിപ്പോൾ ഖുറാനെ കുറിച്ചാണ്, ഇസ്ലാമിനെ കുറിച്ചാണ്. ഇസ്ലാം മുഴുവൻ ശരിയല്ല, പഴയ കാലഘട്ടത്തിലെ ബാബിലോണിയൻ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ആളുകളുടെ കുറെ ഫോക്ക്ലോറുകൾ, അവരുടെ വിശ്വാസങ്ങൾ, അത് നബി തിരുമേനി ചേർത്ത് വെച്ചിരിക്കുകയാണ്, അല്ലാതെ ഒന്നുമല്ല. ഇത് ദൈവിക പദ്ധതിയല്ല എന്ന് പറയുന്ന ഒരാൾ, ഇത് ദൈവിക പദ്ധതിയാണെന്ന് പറയുന്ന MM അക്ബർ. അങ്ങനെ ഒരു അതായത് തികച്ചും വിഭിന്നമായിട്ടുള്ള ആശയങ്ങളുള്ള, വിപരീത അഭിപ്രായങ്ങളുള്ള രണ്ട് പക്ഷക്കാരുടെ സംവാദ പദ്ധതി, അത് കേരളത്തിൽ ഇത് ആദ്യമാണെന്ന് തോന്നുന്നുണ്ട്. ഇത്രയും വിപുലമായിട്ട് ഒരർത്ഥത്തിൽ ചെറിയ കോളിൽക്കം പോലെയായിരുന്നു ഇതിനെക്കുറിച്ചുള്ള സംവാദങ്ങൾ, ഇതിനു മുമ്പ് സംവാദം നടക്കുന്നതിന് മുമ്പുള്ള സംവാദങ്ങളൊക്കെ. ഇങ്ങനൊരു പദ്ധതിക്ക് ഇവിടെ തുടക്കമേ ആയിട്ടുള്ളൂ എന്ന് എനിക്ക് പറയാൻ പറ്റുന്നത്. ഖുറാനെ ആസ്പദമാക്കിയിട്ട്, ഇസ്ലാമിൻ്റെ ചിന്താ പദ്ധതി ആസ്പദമാക്കിയിട്ടുള്ള ഈ സംവാദം, വൈചാരികമായിട്ടുള്ള വിചാരപരമായിട്ടുള്ള സംവാദം, അതിലെ ശരികള്, അതിലെ തെറ്റുകള്, ഇതൊക്കെ വിന്യസിപ്പിക്കാൻ 3 മണിക്കൂർ പോരാ, എല്ലാവർക്കും അറിയാമത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തുടക്കമേ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞത്. അതിന് 3 മണിക്കൂർ പോരാ, 30 മണിക്കൂർ പോരാ, 300 മണിക്കൂർ പോരാ. ഇതൊരു സ്ഥിരം പദ്ധതിയായിട്ട് മാറുന്ന സംവാദം എങ്കിൽ മാത്രമാണ് ആ ഒരു അഭിപ്രായ സമന്വയം അങ്ങനെ ഒന്നും ഉണ്ടാകാനുള്ള സാധ്യതയെങ്കിലും ഉള്ളൂ എന്ന് സാരം. അതുകൊണ്ട് ഇതൊരു കാൽക്കൊല്ല പരീക്ഷ മാത്രമേ ആയിട്ടുള്ളൂ. ഇനി അരക്കൊല്ല പരീക്ഷയും മുഴുവൻ കൊള്ള പരീക്ഷയും വരാനിരിക്കുന്നതേ ഉള്ളൂ. ഈ സംവാദം അതുകൊണ്ട് തന്നെ പരിപൂർണതയിൽ എത്തിയിട്ടില്ല. അതുകൊണ്ട് ഇതിന് മാർക്കിടാനും കഴിയില്ല. എങ്കിലും ഇങ്ങനൊരു സംവാദത്തിൽ അതിൻ്റെതായിട്ടുള്ള വലിയ ഗുണങ്ങളുണ്ട്, ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ട്. 1400 വർഷങ്ങളായിട്ട് ഉണ്ടായിട്ടൊരു പദ്ധതി, ഈ ഖുറാൻ ക്രോഡീകരിച്ചിട്ടുള്ള പദ്ധതി. അതിനകത്തുള്ള തീം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് അതിനു മുമ്പേ മറ്റേ ആദം നബിയുടെ കാലത്ത് ഉണ്ടായിട്ടുണ്ടാകാം, അത് നമുക്ക് നിഷേധിക്കുന്നില്ല. പക്ഷേ ഇന്ന് നമ്മൾ കാണുന്ന രൂപത്തിലുള്ള സൂക്തങ്ങൾ അടങ്ങിയിട്ടുള്ള ഖുറാൻ പദ്ധതി 1400 വർഷങ്ങൾക്ക് ഇപ്പുറമാണ് ഉണ്ടായിട്ടുള്ളത്. ആ ക്രോഡീകരണത്തെ അതിനെ ഏറ്റുവാങ്ങി ഹൃദയത്തിൽ കൃത്യമായിട്ട് പ്രതിഷ്ഠിച്ച് നടക്കുന്ന ആളുകളുണ്ട്. അതുവരെ മറ്റുള്ള മതങ്ങളിൽ അവരുടെ പ്രമാണത്തെ അതേപോലെ ഏറ്റുവാങ്ങിയിട്ട് തൻ്റെ മുമ്പിൽ പോയ തൻ്റെ കാരണവന്മാര് അവരെന്ത് ചെയ്യും, മുൻഗാമികൾ അവർ ചെയ്ത പോലെ ഏറ്റുവാങ്ങി അത് മനസ്സിൽ പ്രതിഷ്ഠിച്ച് നടക്കുന്ന ആൾക്കാർ എല്ലാ മതങ്ങളിലുമുണ്ട്. അങ്ങനെയുള്ളവർ പലപ്പോഴും വെറുതെ വിശ്വസിക്കാറുണ്ട്, കാരണം അവരുടെ ബാധ്യതയാണത്. അവരോട് ചോദിക്കുകയാണ് ഈ ശിവൻ എന്നൊക്കെയും പറഞ്ഞാൽ ഉള്ള കാര്യമാണോ എന്ന് വെച്ചാൽ എനിക്കതൊന്നും അറിയേണ്ട ആവശ്യമില്ല, എനിക്കതൊരു വിശ്വാസമാണ്, നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇത്തരം വിശ്വാസങ്ങളാണ് പിന്നീട് അന്ധവിശ്വാസത്തിന്റെ ഭൂമിയിലേക്ക് കടന്നു പോകുന്നത്.
എന്താ അങ്ങനെ ഒരു വിശ്വാസം? അതൊന്നും എന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പ്രശസ്തനായിട്ടുള്ള ഒരു നക്സലേറ്റ് നേതാവുണ്ട്, അദ്ദേഹം ഫിലിപ്പം പ്രസാദ്. യെസ്, ആ പേര് പെട്ടെന്ന് ഓർമ്മ വന്ന ഭാഗ്യം. അദ്ദേഹം ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ സായി ഭക്തനായിട്ട് മാറി, സത്യസായി ബാബയുടെ ഭക്തനായിട്ട് മാറി. അങ്ങനെ ഒരിക്കൽ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് സത്യസായി ബാബയുടെ ഭക്തനായിട്ട് മാറിയത്? എന്താണ് അവിടെ ഉള്ളത്? എന്താണ് അതിൻ്റെ ഒരു ശാസ്ത്രം? അതൊരു അന്ധവിശ്വാസ പദ്ധതിയല്ലേ, ആൾ ദൈവ പദ്ധതിയല്ലേ? ഇത് ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞത്, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മുക്കുവന്റെ ഭക്തിയാണ്, ഞാൻ അയാൾ ചോദ്യം ചെയ്യാനില്ല. പിന്നെ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ പറ്റുമോ നമുക്ക്? അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അത് ഇതുപോലെ ഒരു വിശ്വാസം, അതിൻ്റെ അങ്ങേയറ്റമാണ് അന്ധവിശ്വാസം. നമ്മള് ഒരു മയില്, ഞാനിവിടെ താമസിക്കുന്നിടത്ത് മയിലുകളുണ്ട്. ഒരു മയിൽ ഇങ്ങനെ വരുന്നു. ഇപ്പൊ നമ്മൾ കയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് വെച്ചു, അത് മയിലിന് ഒരെണ്ണം ഇട്ട് കൊടുത്തു. അത് മയിൽ ടക്ക് എന്ന് പറഞ്ഞ് കുത്തി തിന്നു. അത് നല്ല മൂർച്ചയുള്ള കൊക്കാണത്. ഇങ്ങനെ ടക്ക് എന്ന് പറഞ്ഞാൽ കുത്തുക, അതിൻ്റെ പതുക്കെയല്ല. രണ്ടാമത് ഒരെണ്ണം ഇട്ട് കൊടുത്തു, ടക്ക് എന്ന് പറഞ്ഞത് കുത്തിയെടുത്തു. അത് ഞാൻ കണ്ണടച്ചിട്ട് നമുക്കത് ആ ഒരു സന്തോഷം അടുത്തിട്ട് കൊടുത്തു. പിന്നെ വേറൊരെണ്ണം ഇട്ട് കൊടുത്തു, പിന്നെ വേറൊരെണ്ണം ഇട്ട് കൊടുത്തു. ഇതെല്ലാം കഴിഞ്ഞ് കയ്യിലുള്ള അണ്ടിപ്പരിപ്പ് തീർന്നപ്പോൾ നമ്മൾ കണ്ണു തുറന്നു നോക്കിയപ്പോൾ അവിടെ ഒരു പെരിച്ചാഴിയിരുന്ന് തിന്നണതൊക്കെ മയിൽ പോയി. ഇപ്പം നമ്മൾ ഈ കിട്ടുകൊടുത്തത് എന്തിൻ്റെ പേരിലാണ്? അത് മയിൽ തിന്നുന്നു എന്നുള്ള വിശ്വാസത്തിൻ്റെ പേരിൽ. ഇടയ്ക്കൊന്ന് കണ്ണു തുറന്നു നോക്കാമായിരുന്നില്ലേ? തൻ്റെ ബുദ്ധി ഉണർത്തി നോക്കാമായിരുന്നില്ലേ? താൻ ഈ അനുസന്ധാനം ചെയ്യുന്നത് ശരിയോ തെറ്റോ? തൻ്റെ ഈ പ്രവൃത്തി താൻ ഏറ്റുവാങ്ങിയിട്ടുള്ളത് എന്തിൻ്റെ പേരിലാണ്? താൻ ചെയ്യുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുടെയും അന്തർഭാവങ്ങൾ എന്താണ്, അർത്ഥം എന്താണ്? ഇത് കണ്ണു തുറന്നു നോക്കണ്ടേ? അത് ചെയ്തില്ല എന്നർത്ഥം. ആയതിനാൽ ഈ വികാരവും അതുപോലെ വിശ്വാസവുമല്ല, വിചാരങ്ങളും സാക്ഷാത്കാരവുമാണ് ചിന്തിക്കുന്നവർക്ക് വേണ്ടത്. യഥാർത്ഥത്തിലുള്ളൊരു ഭക്തൻ അതാണ് വേണ്ടത്. അതല്ലാതെ ഖുറാനിലുള്ള വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, ഭൗതികമായിട്ടുള്ള രൂപഭാവ ഭേദങ്ങളെല്ലാം അള്ളാഹു അവിടെ കണക്കിൽ വെക്കുക. ആന്തരികമായിട്ടുള്ള ഗുണഗണങ്ങളാണ്, അവൻ ചെയ്ത കർമ്മ പദ്ധതികളുടെ ഗംഭീരത്വമാണ് അള്ളാഹുവിന്റെ കണക്കിൽപ്പെടുക എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആയതുകൊണ്ട് ഒരു വികാരമോ അതിൻ്റെ പേരുള്ള വിശ്വാസമോ അല്ല മതസംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ. ഞാനിത് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഞാനീ പറയുന്നത് കോമൺ ആയിട്ട് ജനറൽ ആയിട്ടാണ് പറയുന്നത്. പക്ഷെ ഇവിടെ ഇതിൻ്റെ വിഷയം ജബ്ബാർ അദ്ദേഹത്തിൻ്റെയും അക്ബർ സാഹിബിൻ്റെയും സംവാദമായതുകൊണ്ട് ഞാൻ ഇസ്ലാം എന്ന് പറയുന്നത് മാത്രമുള്ളത് എല്ലാവർക്കും ബാധകമാണ്. ആയതുകൊണ്ട് തന്നെ വികാരപരമായിട്ടുള്ളൊരു അടുപ്പം, വിശ്വാസപരമായിട്ടുള്ളൊരു അടുപ്പമല്ല വേണ്ടത്, വിചാരപരമായിട്ടുള്ള അടുപ്പവും അതിൻ്റെ പേരുള്ള സാക്ഷാത്കാരവുമാണ് മതത്തിൻ്റെ വക്താക്കളായിട്ട് നിലകൊള്ളാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടത്. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം കടന്നു വരികയുള്ളൂ. അപ്പൊ വിശ്വസിക്കേണ്ടത് കണ്ണ് തുറന്നിട്ടാണ് വിശ്വസിക്കേണ്ടത്, ബുദ്ധിയെ വിന്യസിപ്പിച്ചിട്ടാണ് വിശ്വസിക്കേണ്ടത്. അല്ലെ എന്തുണ്ടാവും? അന്ധേനൈവ നീയമാന യഥാന്താഹ. ഒരു അന്ധൻ മുന്നിൽ നടക്കുന്നു, പിന്നിൽ കുറെ അന്ധന്മാര്. അതിന് മുന്നിലുള്ള അന്ധം നടന്നവർ അവിടെ ഒരു കിണറുണ്ടായിരുന്നു, അതിൽ ചെന്ന് വീണു. അപ്പൊ അതിന്റെ തൊട്ട് 20 അന്ധന്മാരെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അപ്പൊ ഒരു അന്ധൻ കെട്ടി വീണപ്പോ 19ാമത്തെ അന്ധം പറയാണ്, എന്തോ മുന്നിലൊരു ശബ്ദം കേട്ടു, ഞാൻ നടന്നു നോക്കി വരട്ടെ. അയാൾ 2 സ്റ്റെപ്പ് വന്നു, അയാളും വീണു. അപ്പൊ 3ാമത്തെ അന്ധം പറയാം, ഞാൻ 2 ശബ്ദം കേട്ടു, നോക്കട്ടെ കഴിഞ്ഞിട്ട് അയാളും വീണു. അവസാനം 20ാമത്തെ അന്തം പറയാണ്, ഞാൻ കൃത്യമായിട്ട് എണ്ണി 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16ാമത്തെ ശബ്ദം, 17ാമത്തെ ശബ്ദം, 18ാമത്തെ ശബ്ദം, 19 ശബ്ദം കേട്ടു. എന്താ ഇങ്ങനെ ബ്ടും ബ്ടും ശബ്ദം? അയാൾ മുന്നോട്ട് നടന്നു, അയാളും പോയി. ഇതാണ് അന്ധന്മാരെ നയിക്കുമ്പോഴുണ്ടാകുന്നത്. അത് വെറും വിശ്വാസിയുടെ ലക്ഷണമാണ്. വെറും വിശ്വാസം, വികാരത്തിൽ നിന്ന് ഉടലെടുക്കുന്ന വിശ്വാസം. വിശ്വാസം വാസ്തവത്തിൽ മരിച്ചവന്റെ ലക്ഷണമാണ്. ഏതെങ്കിലും ഒരു ഇന്ദ്രിയം മരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഇന്ദ്രിയ സംബന്ധിയായിട്ടുള്ള കാര്യം ഇനി വിശ്വാസം അത് മാത്രമേ പറ്റുള്ളൂ. എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഈ ദൈവത്തെ വിശ്വാസമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. ആയതുകൊണ്ട് തന്നെ അവൻ മരിച്ചവന്റെ ലക്ഷണമാണ് കാണിക്കുന്നത്. ഒരു ശബ്ദം കേൾക്കണം, ചങ്ങലയുടെ ശബ്ദം, ആനച്ചങ്ങലയുടെ ശബ്ദം. അയാൾക്ക് കണ്ണ് കാണില്ല, കണ്ണിങ്ങനെ തുറന്ന് നോക്കും, പക്ഷെ അയാൾക്ക് കണ്ണ് കാണില്ല. കണ്ണുണ്ട്, കാണില്ല.
അപ്പോൾ അയാൾ നോക്കിയിട്ട് പറയാ, ഒരു ആന നടന്നു പോകുന്നതായിട്ട് തോന്നുന്നുണ്ടല്ലോ. എന്താ കാരണം? ചങ്ങലയുടെ കിൽക്കം കേട്ടു. കണ്ണ് നേത്രപരമായിട്ട് അത് വിശ്വാസമാണ്, പക്ഷേ ശ്രോത്രപരമായിട്ട് അത് സാക്ഷാത്കാരമാണ്. ചങ്ങലയുടെ കിൽക്കം സാക്ഷാത്കരിച്ചു, മറ്റത് വിശ്വാസമാണ്. കാരണം കണ്ണില്ല, കണ്ണ് ചത്തുപോയിരിക്കുകയാണ്. ഇത് തിരിച്ചുമാകാം. വലിയൊരു കൂട്ടം ആളുകൾ ഇങ്ങനെ നടന്നു പോകുന്നു. അവർ ബാൻഡും BP വാദ്യങ്ങളും ബാൻഡ് വാദ്യങ്ങളൊക്കെ ഉണ്ട്. പള്ളി പെരുന്നാളിന്. അപ്പം എല്ലാവരും തുള്ളി ചാടുന്നുണ്ട്. അപ്പം ഇയാൾ പറയാണ്, നല്ല പാട്ടാണ് പാടുന്നത് കേട്ടോ, അതെൻ്റെ വിശ്വാസമാണെന്ന്. കാരണം എന്താ? പാട്ടൊക്കെ കേൾക്കാൻ പറ്റുന്നില്ല, കാണാനേ പറ്റുന്നുള്ളൂ, ശ്രോത്രം ചത്തുപോയിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കാഴ്ചയുടെ സാക്ഷാത്കാരവും കേൾവിയുടെ വിശ്വാസവും മാത്രമാണ് ഉള്ളത്. അത് ഞാൻ വിശദമായിട്ട് ഇനി പറയുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത് ഇതുകൊണ്ട്. സാക്ഷാത്കാരന്മാരുടെ വിശ്വാസം മരിച്ചവന്റെ ലക്ഷണമാണെങ്കിൽ സാക്ഷാത്കാരം ജീവിക്കുന്നവന്റെ ലക്ഷണമാണ്. ചെവി കേൾക്കാത്തവന് സംഗീതം ഒരു വിശ്വാസമാണ്. അതേസമയത്ത് കണ്ണുകൊണ്ട് കാണുന്ന ഗാനമേള അവന് സാക്ഷാത്കാരമാണ്. അവിടെ സംഗീതം കേൾക്കുന്നില്ല, പക്ഷെ സംഗീതം ഉണ്ടെന്ന് അവനറിയാം, അത് വിശ്വാസമാണ്. ഗാനമേള കാണുന്നുണ്ട്, പാടുന്നത് കേൾക്കുന്നുണ്ട്, ശബ്ദം കേൾക്കുന്നില്ല, അത് മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപരോക്ഷമായിട്ടുള്ള ജ്ഞാനമാണ് സാക്ഷാത്കാരം. അത് വേറൊരാൾ പറഞ്ഞു തരുന്നതല്ല, നമ്മളുടെ മനസ്സിൽ അനുഭവകൃതമാകുന്നതാണ്. മറ്റുള്ളവരുടെ കണ്ണുകൊണ്ട് നോക്കി കാണുന്നതല്ല, അവന്റെ അറിവിലൂടെ നമുക്ക് കിട്ടുന്നതല്ല, നമ്മുടെ സ്വന്തം അറിവാണ്. അതാണ് അപരോക്ഷജ്ഞാനം, അതാണ് സാക്ഷാത്കാരം. പരോക്ഷജ്ഞാനം ഒരു വിശ്വാസം മാത്രമാണ്. ചിന്തിക്കുന്നവൻ അവൻ വിചാരം ചെയ്യും, അവൻ ദൃഷ്ടാന്തങ്ങളെ തേടും. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം കൊടുക്കുന്നവനാണ് ആര്? അല്ലാഹു. ഇങ്ങനെ ദൃഷ്ടാന്തങ്ങളെ തേടുന്ന ആളുകളാണ്, അവർക്ക് ഉപയുക്തമാകുന്ന ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള സംവാദങ്ങൾ. വെറും വിശ്വാസികളാണ് എപ്പോഴും എവിടെയും അപകടങ്ങൾ വരുത്തി വെക്കുന്നത്. അത് അന്ധവിശ്വാസികളായി കഴിഞ്ഞാൽ അത്യപകടം വരുത്തി വയ്ക്കും. സാക്ഷാത്കാരത്തിന്റെ മഹിമകളെ അവർ ചോദ്യം ചെയ്യും. കാരണം അവരുടെ വിശ്വാസം അതാണ്. പോകുന്ന വഴിയിൽ അവിടെ ഒരു കാവുണ്ട്, കാവ്. അപ്പൊ ഞാൻ അതിലൂടെ പോകുമ്പോ, അല്ല വേറൊരാൾ ഇവിടെ പോകുമ്പോ, അയാൾ ദിവസവും അവിടെ കണ്ണൊക്കെ ഉരുട്ടി വിഴിച്ചിരിക്കുന്ന യക്ഷിയെ കാണാറുണ്ട്. അപ്പൊ അദ്ദേഹം തൊഴുത് വണങ്ങി കണ്ണടച്ച് പോകും. കണ്ണ് തുറക്കാൻ പാടില്ലാത്ത കണ്ണു പൊട്ടി പോകും. അപ്പൊ ഞാൻ അതിൽ കൂടെ പോകുമ്പോ ഇത് കാണാനില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, താൻ വല്ല വിഡ്ഢിത്തം പറയാതിരിക്കണമെന്ന് പറഞ്ഞു. യക്ഷി അവിടെയുണ്ട്, എന്റെ വിശ്വാസമാണ്. ഞാൻ ഒരിക്കൽ തട്ടേക്കാട് ഒരു സ്ഥലത്ത് പോയ സമയത്ത്, അവിടെ ഉത്സവ സമയത്ത് അവിടെയുള്ള ഭൂതത്താൻകെട്ട്, അവിടെ വലിയൊരു ഇതുണ്ട്. അത് ആ ഭൂതത്താൻകെട്ടിൽ ഓരിയ ജലപ്പരപ്പ് കായൽ പോലെ കിടക്കുന്നത്. അതിലൂടെ ഒരു രാജവമ്പാല വന്ന് ഒരു മരത്തിന്റെ അവിടെ കയറി ഇരുന്ന് ഇവർക്ക് അനുഗ്രഹിക്കുന്നത്രേ. ഒരിക്കൽ കാണാൻ വേണ്ടി ഞാനടക്കം പോയി, ഞങ്ങൾ കുറച്ച് ആൾക്കാരോട് അടക്കം പോയി. അവിടെ രാജവമ്പാരി വന്നില്ലൊന്നും വന്നില്ല. പക്ഷേ ആ സമയമായപ്പോ പെട്ടെന്നുള്ളിൽ ശംഖുവിളി നാദങ്ങൾ, അത് അപ്പോഴേ എല്ലാം പറഞ്ഞു, ഓ മഹാരാജാവേ നോക്കിപ്പോ എവിടെയാ രാജവമ്പാല, അതൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ വിശ്വാസമുള്ളവർക്കേ കാണാൻ പറ്റുള്ളൂ എന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് വിശ്വാസം എന്താ കാണാത്ത, നിങ്ങൾ എവിടെന്നാ വരണേ എന്ന് അടുത്ത ചോദ്യം. എനിക്ക് മനസ്സിലായി, ഇനി അടുത്ത ചോദ്യം ചിലപ്പോൾ ഒന്നേ രണ്ട് വെച്ച് കിട്ടും. ഞാൻ പറഞ്ഞു, ഇനി നമുക്ക് പോവാം, കാര്യം നമുക്ക് മനസ്സിലായിരുന്നു. ആയതുകൊണ്ട് തന്നെ സാക്ഷാത്കാരത്തിന്റെ മഹിമകളെ അവർ ചോദ്യം ചെയ്യും. ഒരു അന്ധന്റെ പുറയിൽ പോകുന്ന അനവധി അന്ധന്മാരുടെ കൂട്ടമാണ് ഇതെല്ലാം. ആയതുകൊണ്ട് തന്നെ അവിടെ രാജവമ്പാലെ കണ്ടില്ല എന്ന് പറയുന്നവനെ അവിടുത്തെ ഡയറ്റി, അതായത് അവിടുത്തെ ദൈവം ശപിക്കും എന്നുള്ളത് കൊണ്ട് എല്ലാവരുടെയും കാണുന്നു, അതിന്റെ വാല് കാണുന്നു, എന്തൊരു നീളത്തെ പത്തി വിടർത്തി നിൽക്കുന്നു, പത്തി വിടർത്തി ആടി നിൽക്കുന്നു. ഇതൊക്കെ കാണുന്ന പോലെ പറയാ, ഞങ്ങൾ കുറെ ആൾക്കാർ വിട്ടികൾ, ഞങ്ങള് ചെറിയൊരു മരമാണ്, വലിയൊരു മരമൊന്നുമല്ല, ഏകദേശം ഒരു 20 അടി ഉയരണ്ടാവുള്ളൂ, അത്രയേ ഉള്ളൂ. നമുക്ക് അവിടെ ചുറ്റും നമുക്ക് കാണാൻ പറ്റും. ഒരു രാജവമ്പാലല്ല നീർക്കോലിയിൽ നിന്നും കാണാൻ പറ്റും. ഇന്നും ആ പരിപാടി അവിടെ നടക്കുകയാണ്. ഇതൊരു തരം ഉന്മാദ ലഹരിയിൽ ഉണ്ടാകുന്ന സംഭവങ്ങളാണ്. മതങ്ങൾക്ക് മാത്രമല്ല, സർവ്വ പ്രസ്ഥാനങ്ങൾക്കും ഈ അപജയം ഉണ്ടായിട്ടുണ്ട്. ഹിന്ദുമതമാണ് ഏറ്റവും വലിയ ഉദാഹരണം. ഇവിടെ പൂർവപക്ഷ മഹിമകൾ ഉണ്ടായിരുന്നു. ഉപനിഷത്തിൽ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും, വേദങ്ങൾ നോക്കിയാൽ കാണാൻ കഴിയും. തന്റെ ഗുരുവിനോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടിങ്ങനെ, എന്തുകൊണ്ടിങ്ങനെ? അതിന് ഉത്തരം പറയണം, സമാധാനം പറയണം. ചോദ്യങ്ങളുണ്ട്. പൂർവപക്ഷം എന്നാണ് പറയുക.
പൂർവപക്ഷി ചോദിക്കുന്ന ആളുടെ പേര്. അപ്പൊ അതിന് മറുപടി പറഞ്ഞേ മതിയാകും, അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. മിണ്ടാരികൾ അവിടെ എന്ന് പറയില്ല. യാജ്ഞവൽക്യനോട് സ്ത്രീയായിട്ടുള്ള ഗാർഗിയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഒരു ഘട്ടത്തിലെത്തുന്ന സമയത്ത് ഗാർഗിക്ക് പോലും മനസ്സാക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഉത്തരങ്ങൾ പറയേണ്ടി വരുമ്പോൾ ഗാർഗി മിണ്ടാതിരിക്കുന്നു പറയും, കൂടുതൽ പഠിച്ചിട്ട് വരാൻ പറയും. പക്ഷേ ആ പൂർവപക്ഷ മഹിമ അത് അവസാനിച്ചു. ഇന്ന് ചോദിക്കാൻ പാടില്ല, ഉത്തരം തേടാൻ പാടില്ല. അങ്ങനെ തേടിക്കഴിഞ്ഞാൽ അത് ധിക്കാരത്തിന്റെ വകഭേദമായിട്ട് കാണും ഇന്നത്തെ ഹിന്ദുത്വവാദികൾ. ആ സ്വാമി ശരിയല്ല, കള്ളസ്വാമിയാണ് എന്ന് പറയും. നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ അത്. അങ്ങനെ ആ മതം വിശ്വാസപരമായിട്ട് അഥവാ ശാസ്ത്രപരമായിട്ട് പ്രമാണപരമായിട്ട് ഛിന്ന ഭിന്നമായി കിടക്കുകയാണ് ഹിന്ദുമതം. ഉപനിഷത്ത് എന്താണ്, തേങ്ങയാണോ മാങ്ങയാണോ എന്ന് അവർക്കറിയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം കല്ലുകൾ കുത്തിവെച്ച് അതുമ്പോ പൂജിക്കുന്നു, അവിടെ നിൽക്കുകയാണ്. അവിടെ ആ കല്ല് പൂജയിൽ നിൽക്കുകയാണ്. അതിനപ്പുറം എന്താണ് ഐഡൽ വർഷിപ്പ്? ദാറ്റ്സ് എൻ ഐഡിയൽ വർഷിപ്പ് റിയലി. ത്രൂ ഐഡൽ വി ആർ വർഷിപ്പിംഗ്. വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്, ദാറ്റ് ഈസ് എൻ ഐഡിയൽ വർഷിപ്പ്. വി ആർ നോട്ട് വർഷിപ്പിംഗ് ഐഡൽസ്. ഐഡൽസ് ഈസ് ദ മീൻസ്, അത് വഴിയും മാർഗം മാത്രമാണ്, മീൻസ് ആൻഡ് ബേസ്, ദാറ്റ്സ് ഓൺലി. പക്ഷെ അതറിയാതെ ഇപ്പൊ കല്ലുപൂജ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണ്? ചോദ്യങ്ങളും ഉത്തരങ്ങൾക്കും ഇവിടെ പ്രാധാന്യമില്ല. അവരെ വിലക്കിയ വാസ്തവത്തിൽ. അപ്പൊ അതിന്റെ പുറകിലാണ് ക്രിസ്ത്യൻ മതവും ഏകദേശം ആ രൂപത്തിൽ തന്നെയാണ്. ആകാശത്തിനും ഭൂമിയിലും വെള്ളത്തിനടിയിലുള്ള ഒന്നും ദൈവമല്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവിടെ ദൈവത്തിന്റെ ഓരോ ദിവസം ഓരോ പുതിയ ദൈവങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. അതിനെയും പള്ളികൾ ഉണ്ടാകുന്നു. എന്നിട്ട് പറയും ഏത് ദൈവങ്ങളല്ല, അതൊക്കെയും പിന്നെ ഉരുട്ടിക്കുഴച്ചിക്കും പലരും അത് ഹിന്ദുക്കളും പറയുന്നതാണ് അതൊക്കെ. ഏതായാലും ദേശധർമ്മം കാലധർമ്മം നോക്കാതെ ഒരു പ്രസ്ഥാനത്തിനും ഒരടി മുന്നോട്ട് വെക്കാൻ കഴിയില്ല. ഞാനൊരു കൊച്ചു ഉദാഹരണം പറയാം. ജുമാ നമസ്കാരത്തെക്കുറിച്ച്. ജുമാ നമസ്കാരം തോളോട് തോൾ മുട്ടിയിരിക്കേണ്ടതാണ്, എങ്കിലാണ് അതിന്റെ പരിപൂർണമായിട്ടുള്ള ഫലം കിട്ടുക. പക്ഷേ ഇന്നിപ്പോൾ കൊറോണ വന്നിരിക്കുകയാണ്. ഈ ലോകം ഇന്ന് വരെ ലോകത്തിന്റെ ചരിത്രങ്ങൾ പലതുണ്ട്, ചരിത്രങ്ങളുണ്ട്. ഇതിഹാസം ഇതിഹാസ അല്ലെങ്കിൽ ഇതിഹ ആസ എന്ന് പറയാം, അല്ലെങ്കിൽ ഇതിഹ ആസ എന്ന് പറയാം. ഇങ്ങനെയായിരുന്നു അന്ന്. അതിലൊന്നും എഴുതി കണ്ടിട്ടില്ല. നമ്മൾ അറിയുന്ന ചരിത്രത്തിനകത്തും ചരിത്രാതീത കാലം, ചരിത്ര അധീന കാലത്തും ഒന്നും ഇങ്ങനെ കൊറോണ ഇങ്ങനത്തെ ഒരു മഹാമാരി കണ്ടിട്ടില്ല. അതുപോലെ ഒന്നിൽ നിന്ന് ഒരാൾ പടരുന്ന പോലെ ഉടനെ തന്നെ എന്ത് ചെയ്തു? ആചാര്യന്മാര് ജുമാ നിസ്കാരം ഭിന്നസിപ്പിക്കുന്ന അതിനെ വിധാനം ചെയ്ത ആചാര്യന്മാരെന്താ പറഞ്ഞത്? അകന്നിരിക്കാൻ പറഞ്ഞു. അത് കാലധർമ്മമാണത്. ഈ കാലത്തിൽ അടുത്തിരിക്കാൻ പറ്റില്ല, അത് കാലധർമ്മമാണ്. അടുത്തിരുന്നില്ലെങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ അകന്നിരുന്നാലും ജുമാ നമസ്കാരത്തിന്റെ എല്ലാ ഗുണങ്ങളും നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞു. മഹോന്നതമായ ഒരു കാര്യമാണ് ചെയ്തത് കാലധർമ്മത്തിനനുസരിച്ച്. അറേബ്യൻ ദേശങ്ങളിൽ അല്ലെങ്കിൽ മദീന ഖലീഫമാർ ഭരിച്ചിരുന്ന കാലഘട്ടത്തിലുണ്ടായ നിയമങ്ങൾ അത് ശരീഅത്ത് നിയമമായിട്ട് ബന്ധപ്പെട്ട് പോവുകയാണ്. പിന്നെ സുന്നത്തുകളും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പോവുകയാണ്. ഒരാൾ മോഷ്ടിച്ച കൈ വെട്ടും. എന്റെ മകൾ മോഷ്ടിച്ചാൽ ഫാത്തിമയുടെയും കൈ വെട്ടെന്ന് പറഞ്ഞു നബി തിരുമേനി. പക്ഷെ ആ നിയമം അമേരിക്കയിൽ പറ്റില്ല, ഇന്ത്യയിൽ പറ്റില്ല. ഇവിടെ IPC ഉണ്ട്, ഇന്ത്യൻ പീനൽ കോഡുണ്ട്. അത് ദേശധർമ്മമാണ്, അതിനനുസരിക്കുന്നു. നല്ല കാര്യമാണത്. ഞാൻ സന്യാസം എടുക്കുന്ന സമയത്ത് സന്യാസിന് ഗംഗയിൽ മുങ്ങണം എന്നാണ് പറഞ്ഞത്. പക്ഷേ അങ്ങോട്ട് പോകാൻ രാവിലെ കഴിയാത്തത് കൊണ്ടും വലിയ തണുപ്പായതുകൊണ്ടും ആശ്രമത്തിനകത്ത് വെച്ചാണ് ആ പ്രക്രിയ നടത്തിയത്. അപ്പോൾ ആശ്രമത്തിലെ ചെറിയൊരു കുളമുണ്ട്, അത് ഗംഗയാണെന്ന് സങ്കല്പിക്കുന്നു. ഇങ്ങനെയുള്ള ധർമ്മങ്ങൾ, കാലധർമ്മവും ദേശധർമ്മവും അനുസരിച്ചുകൊണ്ടുള്ള ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ അത് വരുത്തി വെച്ചില്ലെങ്കിൽ ഒരു 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 പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. പിടിവാശി അരുത് സാരം, പ്രത്യേകിച്ച് മതങ്ങൾക്ക്. ഈ വിധമുള്ള കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ ഒരു മതത്തിന് തിളക്കം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക. മതങ്ങൾ ഉരുത്തിരിഞ്ഞത് എങ്ങനെയാണ്? അതത് കാലഘട്ടത്തിൽ നിലനിന്നു പോരുന്നിരുന്ന പല സംഹിതകൾ
അതിലെ ശരിയല്ലായ്മകളെ നിഗരിച്ചുകൊണ്ടാണ് മതങ്ങൾ ഉണ്ടായിരുന്നത്. അവിടെ മതം മാറ്റത്തിന്റെ ലക്ഷണം ഉൾക്കൊള്ളുന്നതാണ്. കാലാനുസൃതമായിട്ട് മാറ്റത്തെ സ്വാഗതം ചെയ്യേണ്ടതാണ്. മാറ്റം മാറ്റാഘടകമാണ്. ചേഞ്ച് ഈസ് അൺചേഞ്ചബിൾ എന്ന് പറയും. അതിന് മാത്രം പെർമനൻസി ഉള്ളൂ എന്ന് സാരം. എന്നാൽ എന്തെങ്കിലും മാറ്റം ഇപ്പോൾ അനിവാര്യമാണോ, ആവശ്യമാണോ? പുതിയ കൂട്ടിച്ചേർക്കലുകൾ ആവശ്യമാണോ? അതെങ്ങനെ അറിയാൻ കഴിയുക? അത് വിനിമയത്തിലൂടെയാണ് അറിയാൻ കഴിയുക. അതിന് വേറെ മാർഗമില്ല. ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇത്തരം സംവാദങ്ങൾക്കുള്ള പ്രസക്തി. അത് ഓരോ മതത്തിനകത്തും നടക്കണം ഈ സംവാദങ്ങൾ. മതങ്ങൾ തമ്മിലും നടക്കണം ഈ സംവാദങ്ങൾ. മതനിരാസം നടത്തുന്നവരുമായിട്ട് സംവാദം വേണം. അതൊരു അനുഷ്ഠാനമായിട്ട് മാറണം. ഈ കഴിഞ്ഞ സംവാദത്തിന്റെ ഏറ്റവും വലിയ ഗുണം ഇരു കൂട്ടർക്കും ചിന്തിക്കാനും പുനരവലോകനം ചെയ്യാനും സ്വയം പരിണാമ വിധേയമാകാനും അതിനുള്ള ത്രെഡ് കിട്ടിയെന്നുള്ളതാണ്. ചെറിയ രൂപത്തിലായിരിക്കാം. കാരണം 2 മണിക്കൂർ 3 മണിക്കൂറിലേ നടന്നിട്ടുള്ളൂ. അതുകൊണ്ട് വളരെ വിപുലമായിട്ടൊരു മാറ്റമല്ല ഞാൻ ഈ പറയുന്നത്. ഏതായാലും അന്യോന്യം കടന്നു ചെല്ലാൻ കഴിയുന്ന തരത്തിലുള്ളൊരു പ്രക്രിയയാണ് അവിടെ നടന്നത്. ഈ സംവാദത്തിൽ ഉരുത്തിരിഞ്ഞത് എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ടത് വലിയൊരു കാര്യമാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മതങ്ങളിൽ ആചാര്യന്മാരോട് പറഞ്ഞിട്ടുണ്ട്, അന്യോന്യം കടന്നു ചെല്ലാൻ അതിനുള്ള അവസരം ഉണ്ടാകണം. മനസ്സിലേക്ക് കടന്നു ചെല്ലട്ടെ എന്ന്. അതിനുള്ളൊരു അവസരമാണ് ഈ സംഭവിച്ചത്. ഈ ഒറ്റ കാര്യം, ഇത് തുടക്കം മാത്രമേ ഉള്ളൂ. വീണ്ടും പറയണത്, ഒറ്റ സംവാദം കൊണ്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഈ സംവാദം വെറും 2 മണിക്കൂർ ദൈർഘ്യമുള്ളതായിരുന്നു. അവർ സംസാരിച്ച ഓരോ മണിക്കൂറുകളാണ് സംസാരിച്ചത്. ആയതുകൊണ്ട് തന്നെ അതിൽ നിന്നും ഒരു ഇൻസ്റ്റന്റ് ആയിട്ടൊരു എന്തെങ്കിലും ഒരു ഫലം പ്രതീക്ഷിക്കാൻ കഴിയില്ല. തൽക്ഷണം ഒരു ഫലം ഉണ്ടാകുക അത് നമുക്ക് സംഭവിക്കില്ല. സംവാദം കഴിഞ്ഞതിന് ശേഷം അതേ ചുറ്റിപ്പറ്റിയുള്ള ഫോളോ അപ്പുകൾ, അവിടെ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചുള്ള ഫോളോ അപ്പുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. സംസാരിച്ചവർ കേട്ടിട്ടുണ്ട്, യുക്തിവാദികളായിട്ടുള്ള ആൾക്കാർ കേട്ടിട്ടുണ്ട്, മതവാദികളായിട്ടുള്ള ആൾക്കാർ കേട്ടിട്ടുണ്ട്. അവരിതിനെക്കുറിച്ച് ചിന്തിക്കും സ്വാഭാവികമായിട്ട്. അപ്പോഴാണ് ഏൽപ്പിച്ചു കൊടുത്തതിൻ്റെയും ഏറ്റുവാങ്ങിയതിൻ്റെയും ഫലം പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുക. നേർവഴിക്ക് യുക്തിയോടെ ആർജവത്തോടെ ചിന്തിക്കുന്നവർക്ക് മാത്രമേ ഗുണമുണ്ടാവൂ. യുക്തി പറഞ്ഞാൽ യുക്തമായതാണ്, അതും സാപേക്ഷികമാണ്, കാലദേശ പരിച്ഛിന്നമാണ് യുക്തി വാസ്തവത്തിൽ. അതും യുക്തിയോടുകൂടി ചിന്തിക്കുന്നവർ ഉൾക്കൊള്ളണം. ഇവിടെ യുക്തിയെ അംഗീകരിക്കാത്തവരുണ്ട്, അവർ യുക്തിവാദികളല്ല. യുക്തി അംഗീകരിക്കാത്തവർ യുക്തിവാദികളല്ല. ഗുരുവായൂർ അമ്പലത്തിൽ ഒരിക്കൽ നമ്മുടെ യുക്തിവാദിയായിട്ടുള്ള ഇടമറങ്ങ്, അദ്ദേഹം അവിടെ വളരെ കാലങ്ങൾക്ക് മുൻപാണ് കേട്ടോ, അദ്ദേഹം അവിടെ പോയി ഗുരുവായൂരപ്പൻ മൂർധാബാധം നോക്കി വിളിക്കുകയുണ്ടായി. ഇത്രേ ഉടനെ ആൾക്കാർ പിടിച്ച് അങ്ങനെ ഇടിച്ച് ചതച്ച് ഗുരുവായൂരപ്പൻ സിന്ദാബാദ് എന്ന് വിളിപ്പിച്ചു എന്ന് കേൾക്കുന്നു. ഏതായാലും അത് സംബന്ധിയായിട്ട് അതിനെ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് അന്ന് സി അച്യുതമേനോൻ, ചേരട്ട് അച്യുതമേനോൻ, പിന്നെ നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്നു, ഒരു പുണ്യാത്മാവായിരുന്നു, അദ്ദേഹം അടക്കമുള്ള എല്ലാവരും അവിടെ ഒരു മീറ്റിംഗ് വിദ്യാർത്ഥി കോർണറിൽ, തൃശ്ശൂർ ഏറ്റവും വലിയ ഒരു കോർണറാണ് വിദ്യാർത്ഥി കോർണറിൽ, അവിടെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി. അന്ന് അവിടെ ഇടമർക്ക് അവിടെ ഇരിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ കേട്ടിട്ടുള്ള അങ്ങനെയാണ്. അന്ന് അച്യുതമേനോൻ പറഞ്ഞൊരു കാര്യം ഇതാണ്: ഈ ചെയ്തത് യുക്തിപരമല്ല, യുക്തിസഹമല്ല. കാരണം അവിടെ പോകുന്ന ആൾക്കാർ എങ്ങനെയാ പോകുന്നത്? ഗുരുവായൂരപ്പനെ കാണാൻ, കല്ല് കാണാനല്ല. അവിടെ ഗുരുവായൂരപ്പനുണ്ട്, എൻ്റെ ഉണ്ണിക്കണ്ണനുണ്ട്, ഗോപികമാരുടെ രൂപത്തിൽ പോകുന്നവർ എൻ്റെ കാമുകൻ അവിടെയുണ്ട്, അമ്മമാരുടെ രൂപത്തിൽ, യശോദമാരുടെ രൂപത്തിൽ പോകുന്നവരുണ്ട്. അവിടെ പോയിട്ട് ഉണ്ണിക്കണ്ണനെ ഹൃദയം നിറച്ച് കാണുന്നു, ഉണ്ണിക്കണ്ണൻ്റെ അനുഗ്രഹം കിട്ടുമ്പോൾ കണ്ണു നിറയുന്നു. ഇത് വിശ്വാസമാണത്, ചോദ്യം ചെയ്യാൻ കഴിയൂ? അവിടെ പോയിട്ട് മൂർധാബാദ് എന്ന് വിളിച്ച് അവർ ഇടിക്കില്ലേ? ഏതായാലും അദ്ദേഹം പറഞ്ഞു, കൊല്ലാതെ വിട്ടത് അത് അവരുടെ യുക്തി. അപ്പൊ അവർക്ക് യുക്തിയുണ്ട്. കാരണം കൊന്നു വിട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കൂടി ജയിലിൽ കൊണ്ടുവരില്ലേ, ജീവപര്യന്തം. അതുകൊണ്ട് അവർക്ക് യുക്തിയുണ്ട്, അങ്ങേക്കാണ് യുക്തിയില്ലാതെ പോയതെന്നാണ് പറഞ്ഞത്. ആയതാൽ യുക്തിയില്ലാത്തൊരു ആധ്യാത്മികത,
ആധ്യാത്മികത യുക്തി വേണം. നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് എന്തിനു വേണ്ടി അങ്ങനെ ചെയ്യുന്നത്, അത് ഇന്ന കാര്യത്തിനാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കൊടുക്കാൻ ആ ആധ്യാത്മികത കൈക്കൊള്ളുന്ന ആളുകൾക്ക് കഴിയണം. ആധ്യാത്മികതയില്ലാത്ത യുക്തി വില കുറഞ്ഞതായി പോകും. ഇവിടെ ഞാൻ ആധ്യാത്മികത എന്ന് പറഞ്ഞിട്ടുള്ളത് അന്തർഭാവങ്ങളുടെ മഹനീയതയെയാണ്. ഈ യുക്തി തന്നെ തനിക്കറിയാവുന്ന ശാസ്ത്രപരമായിട്ടുള്ള യുക്തി തന്നെ മറ്റുള്ളവരിലേക്ക് സംക്രമിപ്പിക്കുന്നത് എങ്ങനെയായിരിക്കണം? അന്തസ്സോട് കൂടിയിട്ടായിരിക്കണം, ആഭിയാത്യത്തോട് കൂടിയിട്ടായിരിക്കണം. അദ്ദേഹം പറഞ്ഞു ശരിയാണ്. പക്ഷേ ഒരു വിശ്വാസിയുടെ തലയില കൊണ്ട് ഇടിച്ചു കയറ്റാൻ പാടില്ല. ഒരിക്കൽ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ വീടിൻ്റെ അവിടെ ഒരു കമ്പൗണ്ടർ ഉണ്ടായിരുന്നു. അവിടെ എന്നെക്കാൾ പ്രായമുള്ള പിന്നീട് എൻ്റെ സുഹൃത്തിനെ പോലെ വേണോട്ടെന്നാണ് വിളിക്കുക. അങ്ങനെ കാലിൻ്റെ അടിയിൽ ഒരു പുളം. അപ്പൊ കാലിൻ്റെ അടിയിൽ തൊലി നല്ല കട്ടിയാണല്ലോ. അതിൻ്റെ ഉള്ളിൽ പുളം വന്നപ്പോൾ ഇത് പൊട്ടുന്നില്ല. മാസങ്ങളായി നടക്കാൻ പറ്റുന്നില്ല. ഉള്ളിൽ ചുളുന്നില്ല, കുത്തുന്നില്ല, രാത്രി ഉറക്കമില്ല. അങ്ങനെ ഇങ്ങനെ എടുത്തു കൊണ്ടുവന്നു. അപ്പൊ ഇങ്ങനെ പറഞ്ഞു ഇതിനൊരു മരുന്നുണ്ട്, വിഷമിക്കണ്ട, അവിടെ കിടന്നോളാൻ പറഞ്ഞു. കിടന്നു. ആ മരുന്ന് പരത്തി തരുന്ന. അപ്പൊ ഇങ്ങനെ പറഞ്ഞു പതുക്കെ പറ്റണം കേട്ടോ, അത്ര വേദനയുണ്ട്. ഓ അത് കുഴപ്പമൊന്നുമില്ല, അതെ ഈ സാധനമാണ് മോനെ, ഒരു എണ്ണ പോലെ സാധനം. അപ്പൊ ഇങ്ങനെ 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 തടവിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇങ്ങനെ പതുക്കെ ആഹാ വലിയ കുഴപ്പമില്ല, കുറച്ച് തടവുമ്പോഴേക്കും ശരിയാവുമെന്നും പറഞ്ഞു. അപ്പൊ കുറച്ച് തടവ് കാത്തിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഈ കിടക്കുന്ന ആളറിയാതെ അങ്ങനെ ഒരു ബ്ലേഡ് ഉണ്ടായിരുന്നു. ആ ബ്ലേഡ് കൊണ്ട് ഇങ്ങനെ ഉഴിഞ്ഞിരിക്കുന്ന സമയത്ത് ആ ബ്ലേഡ് കൊണ്ട് ടക്ക് ഞാൻ കണ്ണിന് കട്ടതാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ചെറിയ ഗ്ലാസിന്റെ ഒരു എന്തായാലും പറയുക, ഈ കുട്ടാൻ കയ്യിലില്ലേ, അത്രയ്ക്കും ചരം പുറത്തേക്ക് ചേട്ടാ. ഇവൻ അയ്യോ ആകെ വേർത്തുപോയി ഈ മനുഷ്യൻ. അങ്ങനെയൊക്കെ ഒരു കുഴി പൊട്ടിക്കാമോ? സംഗതി അത് ഭേദമായി. പക്ഷെ അങ്ങനെ ചെയ്യരുത്, അടിച്ചേൽപ്പിക്കരുത്. മറ്റുള്ള വികാര വിചാരങ്ങളെ മാനിച്ച് സാവധാനം, സാവകാശം, ശനൈഹി അങ്ങനെ വേണം യുക്തിവാദികൾ. അതാണ് യുക്തി. അങ്ങനെയല്ലെങ്കിലും മതം എന്ത് കാണിക്കുന്നു? മതം തീവ്രവാദത്തെ കാണിക്കുന്നു. യുക്തിവാദികൾ യുക്തി സഹമല്ലാതെ ആക്രോശിക്കുന്നു. കാരണം എന്താണ്? ആധ്യാത്മികതയില്ലാത്ത യുക്തിയില്ലാത്ത ആധ്യാത്മികത. കണ്ണിൽ വീണ പൊടി അല്ലെ കണ്ണില് ഈ കൺപീരി പറഞ്ഞ കണ്ണിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ കിട്ടിയത് മുട്ടുസൂചിയാണ്. അതുകൊണ്ട് വേണം കുത്തിയെടുക്കാൻ. അതിങ്ങനെ വേണം കുത്തിയെടുത്ത സ്ഥിതി എന്താ? ശനേഹി, കണ്ട സൂചിയെ കയ്യിലിരിക്കുന്നത്. അതുപോലെ വേണം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനും വാങ്ങാനും. ഏതായാലും അക്ബർ അതുപോലെ ജബ്ബാർ അക്ബർ സാഹിബിന്റെയും ജബ്ബാർ മാഷയുടെയും സംവാദം ഏകദേശം ഈ രീതിയിലായിരുന്നു. രണ്ടു കൂട്ടർ സൂക്ഷ്മത പാലിച്ചിട്ടുണ്ട്. സംവാദം സംഘടിപ്പിച്ച ആളുകൾ ഭംഗിയായിട്ട് കാര്യങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. അവസരങ്ങളൊന്നും ഉയർന്നില്ല, എടോപോടോ വിളികൾ ഉയർന്നില്ല, സഭയ്ക്ക് കൊള്ളാത്ത വാക്കുകൾ ഉച്ചരിച്ചില്ല. ഏതായാലും വാദിക്കാനും ജയിക്കാനുമല്ലാതെ അറിയാനും അറിയിക്കാനും ഉതകുന്ന ഒരു സംവാദമായിട്ട് അത് മാറിയിട്ടുണ്ട്. സംവാദത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അനാവശ്യമായിട്ടുള്ള ബഹളങ്ങളൊന്നും കൂടാതെ, നമ്മൾ TV ചാനൽ കണ്ടിട്ടില്ല അങ്ങോട്ട് കൊണ്ട് തെറിവിളി, അതൊന്നും ഇല്ലാതെ അവധാനതയോടുകൂടിയിട്ട് എല്ലാവരും കേട്ടു. ജബ്ബാർ മാഷ് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു, അക്ബർ സാഹിബ് അവിടെ കേട്ടിരുന്നു. അക്ബർ സാഹിബ് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു, അദ്ദേഹം മറ്റൊരാൾ കേട്ടിരുന്നു. അവർ തമ്മിൽ സംസാരങ്ങളുണ്ടായി. ഈ സംവാദ പ്രോഗ്രാമിന് ഒരു ക്രിയേറ്റിവിറ്റി ഉള്ളതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ഒരു ഉത്പാദനപരത അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതിനൊരു പ്രസക്തി ഉണ്ടെന്ന് എൻ്റെ പല സുഹൃത്തുക്കളും വിളിച്ചു പറഞ്ഞു. കേരളീയർക്ക് അത് തോന്നിയിട്ടുണ്ട്. ഇത് ഇസ്ലാമുമായിട്ട് മാത്രം ബന്ധപ്പെട്ടുകൊണ്ട് മാത്രം ഒതുങ്ങരുത് ഈ സംവാദ പ്രക്രിയ പ്രോഗ്രാം. താൻ അനുധാവനം ചെയ്യുന്നത് ഗതാനുഗതികത്വം പോലെയല്ല എന്ന് ഉറപ്പിക്കാൻ എല്ലാവർക്കും കഴിയണം. ഗതാനുഗതികത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പേ പോകുന്ന ആളുടെ പുറകിൽ പോവുക, ഗതം അനുഗതം എന്ന് പറയുന്ന പോലെ. അതല്ല, ഞാൻ പോകുന്നത് എൻ്റെ അറിവോട് കൂടിയിട്ടാണ് ഞാൻ പോകുന്നത് എന്ന് പറയാൻ എല്ലാവർക്കും കഴിയണം. അവിടെ അവൻ്റെ വിശ്വാസത്തിന് മാറ്റുകൂടും, ഉറപ്പ് കൂടും. അത് സാക്ഷാത്കാരത്തിലേക്ക് അത് എത്തുകയും ചെയ്യും. ഇന്നിപ്പോ മുസ്ലിം സമുദായത്തെ പറ്റിയിട്ട് പലരും എന്നെ വെല്ലുവിളിക്കുന്നുണ്ട്. അവരേക്കും പറയുന്ന പക്ക താൻ എടോ പോടോ പിന്നെ മോനെ എന്നൊക്കെ വിളിക്കും. താൻ നബിയുടെ ആയിഷയെ പറ്റിയെന്ന് പറഞ്ഞു നോക്ക്, തൻ്റെ തല പോവും എന്നൊക്കെ പറയുന്ന ആളുകൾ. അവർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്.
ഇസ്ലാം മതം വാളുകൊണ്ടുണ്ടാക്കിയ മതമാണ്, ചോരപ്പുഴൊഴുക്കിയ മതമാണ്, വാളുകൊണ്ട് നിലനിർത്തിയ മതമാണ്. അവിടെ ചോദ്യം പാടില്ല, അവിടെ ഉത്തരം പാടില്ല, അവിടെ ഉപരി ചിന്തയരുത്, അങ്ങനെ വന്ന തല പോകും എന്നിങ്ങനെ പറഞ്ഞു പരത്തുന്നുണ്ട്. ഇസ്ലാമോഫോബിയുടെ ഒരു ഭാഗമാണത്. ഇങ്ങനെയെല്ലാം ഇസ്ലാം വിരോധികൾ പറഞ്ഞു പരത്തുന്നുണ്ട്. അവർക്കുള്ള നല്ലൊരു മറുപടിയാണ് ഈ സംവാദം. ഇവിടെ ഒരു ഒളിച്ചുകളി നടന്നില്ലല്ലോ. യുക്തിവാദി സംഘമാണ് ഒരുക്കിയത്. ആ ചടങ്ങിൽ ജബ്ബാർ മാഷ് വന്നു, അദ്ദേഹം അവിടെ നല്ലൊരു കസേരയിലിരുന്നു. അതേപോലത്തെ കസേര എം അക്ബർ സാഹിബ് വന്നു, അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു, അദ്ദേഹത്തെ അവിടെ വിളിച്ചിരുത്തി ആശയങ്ങൾ നേരെ ചൊവ്വെ കാണികളുടെ മുമ്പിൽ വെച്ച് അവർ പങ്കുവച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു മനോഹര ചിത്രമായിരുന്നു. അത് ഇത് മതങ്ങൾ തമ്മിൽ വേണം, മതങ്ങൾക്കകത്തും വേണം, മതങ്ങൾ തമ്മിലും വേണം എത്ര സംവാദങ്ങൾ, മനസ്സ് തുറന്ന ആശയവിനിമയങ്ങൾ. ഞാനത് പറയാൻ കാലം ഇത്ര പുരോഗമിച്ചു. മതങ്ങൾ അവരുടെ ആചാര്യന്മാർ ഇന്നും ഇപ്പോഴും പലപ്പോഴും അവരവരുടെ രാവണൻ കോട്ടകൾ തീർത്തിട്ട് അവിടെ ഇരിക്കുന്നത് വലിയ വിരോധാഭാസമായിട്ട് തോന്നാറുണ്ട്. അവിടെ ഇങ്ങനെയുള്ള സംവാദ വേദികൾ ഉണ്ടാകണം. ഇന്നിപ്പോൾ ഹിന്ദുധർമ്മം പ്രമാണം അനുസരിക്കുന്നില്ല, ബ്രഹ്മതത്വ ചിന്തയില്ല, മോക്ഷ ചിന്തയില്ല. തലവേദന മാറാനും കണ്ണിൻ്റെ അടിയിലെ കറുപ്പ് നിറം മാറാനും ഭർത്താവിൻ്റെ കള്ളുകൂടി മാറാനും മോനെ ഗൾഫിലേക്ക് വിസ കിട്ടാനും മോളുടെ കല്യാണം കഴിയാനും ആദ്യത്തെ കുട്ടി ആൺകുട്ടിയാകാനൊക്കെയുള്ള പൂജകൾ അവിടെ നടക്കുന്നത്. ഈ കാണുന്നതും കേൾക്കുന്ന അനുഭവിക്കാൻ കഴിയുന്ന ഈ ലോകമല്ലെത്താൻ, അതിൻ്റെ ഭാഗമല്ലെത്താൻ എന്നുള്ള ഭാവം മേലോട്ട് കൊണ്ടുവരാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇംപ്ലിമെന്റേഷൻ ഇല്ല. അമ്പലം ക്ലോസ്ഡ് ആണല്ലോ, പ്രമാണത്തെക്കായിട്ടില്ല. സ്വാതന്ത്ര്യമുള്ള മതമാണെന്നാണ് വെപ്പ്. അവിടെയും വേണം ഇത്തരം വേദികൾ. അതിനാൽ വിശ്വാസപരമായിട്ട് ഹിന്ദുമതം ഇരുട്ടിൽ തപ്പുകയാണ്. അക്കൂട്ടർക്ക് സംവാദ പ്രക്രിയകൾ മാതൃകയായാൽ, ഇത്തരം സംവാദ പ്രക്രിയകൾ മാതൃകയായാൽ വളരെ നല്ലത്. സനാതന ധർമ്മത്തിന് വേണ്ടി സർവവും ത്യജിച്ച സന്യാസിമാർക്ക് അവിടെ സ്ഥലം കിട്ടട്ടെ, വേദികൾ കിട്ടട്ടെ. പിന്നെ ഈ സംവാദത്തിൽ ആര് ജയിച്ചു എന്നൊരു ചോദ്യം വരുന്നുണ്ട്. ഞാൻ സമയം കുറേ ആയതുകൊണ്ട് പെട്ടെന്ന് പറയാം. ആര് തോറ്റു എന്നൊരു ചോദ്യം വരുന്നുണ്ട്. ഇവിടെ ആര് ജയിച്ചു ആര് തോറ്റു ഞാൻ വിലയിരുത്തുന്നില്ല. ജബ്ബാർ മാഷ്ക്ക് ഇത്ര മാർക്ക്, അക്ബർ സാഹിബിന് ഇത്ര മാർക്ക് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ 100% മാർക്ക് കൊടുക്കുന്നുണ്ട്. എന്തിനാണെന്ന് അറിയാമോ? ഈ സംവാദം. ഇവിടെ ആര് ജയിച്ചു എന്നുള്ളതല്ല. ജബ്ബാർ മാഷ് ജയിച്ചു, ജബ്ബാർ മാഷിക്ക് എത്ര മാർക്ക്, എം അക്ബർ സാഹിബ് അദ്ദേഹമാണോ ജയിച്ചത്, അദ്ദേഹത്തിന് എത്ര മാർക്ക്, അല്ലെങ്കിൽ തോറ്റെങ്കിൽ എത്ര മാർക്ക്, ആ കണക്കുകൂട്ടലല്ല എൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുക. അങ്ങനെയുള്ള മാർക്കുകൾ പ്രക്രിയ എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. മറിച്ച് മാർക്ക് ഇട്ടിട്ടുണ്ട്, 100% മാർക്ക്, 100% മാർക്ക് കൊടുത്തിട്ടുണ്ട് ഈ സംവാദ പദ്ധതിക്ക്. അതിന് 100% മാർക്കാണ്. ഇങ്ങനെയുള്ള സംവാദങ്ങൾ മതങ്ങൾക്ക് അകത്തുണ്ടാകണം, മതങ്ങൾ തമ്മിലുണ്ടാകണം. മതവും മതസംഹിതകളും അതൊരു ഉണ്ടച്ചുരുട്ടാകരുത്. എവിടെയെങ്കിലും വീണെടുക്കുന്നൊരു ഉണ്ടച്ചുരുട്ട് ആൾക്കാരെ അടുത്തേക്ക് എടുക്കില്ല, ബോംബാണെന്ന് വിചാരിച്ചിട്ട്. പോലീസിനെ അറിയിക്കും, പോലീസ് വരും, ഡോഗ് സ്ക്വാഡ് വരും, ബോംബ് സ്ക്വാഡ് വരും. അവസാനം കൊച്ചു പയ്യമെന്ന് പറയടാ നമ്മുടെ ബന്ധം അവിടെ കിടക്കണം, അവ എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. അകന്നു നോക്കുന്ന സമയത്തെല്ലാം സംശയങ്ങളാണ്. അതാണ് അപകടങ്ങൾ. ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന അപകടങ്ങളും അത് തന്നെയാണ്. മതം സൗരഭ്യമുള്ളതാണ്. ആ സൗരഭ്യം, മതത്തിന്റെ സൗരഭ്യം അത് പുറത്തു വരണം. അതെവിടെയും ഒതുങ്ങിക്കൂടരുത്, അത് ലോകത്തിൽ പരക്കണം. ഹിരൺമയേന പാത്രേണ സത്യസ്യ പിഹിതം മുഖം. ഒരുപാട് വികടങ്ങളായിട്ടുള്ള വാഗ്ദാനങ്ങൾ അത് കാണിച്ച് മറ്റുള്ളവരെ ലഹരി പിടിപ്പിച്ചുകൊണ്ടല്ല മതത്തെ വളർത്തേണ്ടത്. എല്ലാ മതങ്ങളും മറിച്ച് മതത്തിന്റെ സൗരഭ്യം, മതത്തിന്റെ അന്തസത്ത, മതത്തിന്റെ ആഭിയാത്യം, അതിന് മാനുഷികത, ഇതാണ് ഈ ലോകത്തിൽ പരക്കേണ്ടത്. മതം മാനുഷികമാണ് പരിപൂർണമായിട്ടും. മതം മാനവ ജീവിതത്തിന്റെ പരമവൈഭവത്തിനുള്ളതാണ്. അതെല്ലാവരും അറിയണം, എല്ലാവരെയും അറിയിക്കണം. അതിന് ഇങ്ങനെയുള്ള സംവാദങ്ങൾ
അതൊരു ഒറ്റപ്പെട്ട കാര്യമായിട്ട് ചുരുങ്ങിപ്പോകരുത്. അതെല്ലായിടത്തും ഉണ്ടാകണം. മുൻപ് പറഞ്ഞ പോലെ മതങ്ങൾക്ക് അകത്തുണ്ടാകണം, മതങ്ങൾ തമ്മിൽ ഉണ്ടാകണം. അന്യോന്യം കടന്നു ചെല്ലണം. മനസ്സിലേക്ക് കടന്നു ചെല്ലട്ടെ. നിങ്ങൾ എന്ത് പറയുന്നു ഞങ്ങൾക്കറിയണം. ഞങ്ങൾ എന്താണ് പറയുന്നത് ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ ഒരു പദ്ധതി, ഒരു സംവാദ പദ്ധതി ഒരു അനുഷ്ഠാനമായിട്ടാണ് ഇവിടെ വളരേണ്ടത്. അതൊരു നിരന്തരമായിട്ടുള്ള നൈരന്തര്യഭാവമുള്ളൊരു പദ്ധതിയായിട്ടാണ് ഇവിടെ വളരേണ്ടത്. ആ ഒരു മനോഭാവം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ആ സംവാദത്തിൽ ഏർപ്പെട്ട ഏതെങ്കിലും വ്യക്തികളുടെ മഹനീയത എടുത്തു കാണിച്ച് മറ്റൊരാളുടെ മഹനീയത കുറച്ച് കാണിച്ച് അദ്ദേഹത്തിന് ഇത്ര മാർക്ക് 20 മാർക്ക് മറ്റൊരാൾക്ക് 80 മാർക്ക് എന്ന് പറയാൻ ഞാൻ സന്നദ്ധനല്ലെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. അതുകൊണ്ടാണ് എല്ലാ മാർക്കും ഈ സംവാദ പദ്ധതിക്ക് ഇതിന് നൂതനമായിട്ടുള്ളൊരു വഴിയും മാർഗവും തുറന്നു കാണിച്ചിരിക്കുകയാണ്. വാസ്തവത്തിൽ ഞാൻ എന്നും പറയാറുണ്ട്, എനിക്ക് പരിചയമുള്ള ആചാര്യന്മാരോട് ഉസ്താദുമാരോട് പറയാറുണ്ട്, ഏത് രംഗത്ത് പോകുമ്പോഴും പ്രത്യേകിച്ച് മതപരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, അന്യോന്യം കടന്നു ചെല്ലണം. ആ ഒരു സമന്വയം അത്യന്താപേക്ഷിതമാണ്, അനുപേക്ഷണീയമാണ്. അതാണ് ഇവിടെ നടന്നത്. അതിൻ്റെ തുടക്കമാണ് ഞാൻ ഇവിടെ കണ്ടത്. ആയതുകൊണ്ട് തന്നെ 100 മാർക്കും റൈറ്റ് മാർക്ക് 100 മാർക്കും ഞാൻ ഈ സംവാദ പദ്ധതിക്ക് കൊടുക്കുകയാണ്. നന്നായി വരട്ടെ. നമസ്കാരം.